നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹാർമോണിയം പഠിക്കുന്നവരും ഹാർമോണിയം പഠിക്കാത്തവരും എങ്ങനെയാണ് ഈ സ്കെയില് കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ ഒരു പുതിയ രാഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഏത് കട്ടയിലാണ് വായിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു സ്കെയില് അറിയാമെങ്കിൽ, ഇപ്പം ഒരു സി മേജർ സ്കെയില് അല്ലെങ്കിൽ 1 എന്ന സ്കെയിൽ അറിയാമെങ്കിൽ അടുത്ത സ്കെയിലിലേക്ക് മാറുമ്പം അത് ഈ കട്ടകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഈ ഹാർമോണിയം പഠിക്കുന്നവർക്കും അല്ല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ പഠിക്കാതെ വായിക്കുന്ന ആൾക്കാരുണ്ട്, പഠിക്കാതെ വായിക്കുന്നവർ അവർക്കും ഒക്കെ ഉണ്ട്. അപ്പം അതിനൊരു പരിഹാരമാണ് ഇന്ന് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഹാർമോണിയം ആദ്യമായിട്ട് തന്നെ 3 ഒക്ടോവാണ്, അല്ലെങ്കിൽ 3 സ്ഥായി എന്ന് പറയും. അതിപ്പോൾ സ്ഥായി 1 എന്ന് പറഞ്ഞാൽ അത് 1 മുതൽ 1, 2, 3, 4, 5, 6, 7, 8 ആകുമ്പോഴത്തേക്കും അടുത്ത ഒക്ടോവ് തുടങ്ങുക. 7 വരെ മന്ത്രസ്ഥായി. 8ാമത്തെ കട്ട തൊട്ട് ഈ അടുത്ത 1, 2, 3, 4, 5, 6, 7, 8 ഇവിടം വരെ അടുത്ത മധ്യസ്ഥായി. ഇവിടം തൊട്ട് 8ാമത്തെ കട്ട മുതൽ പിന്നെ ഇങ്ങോട്ട് 7 കട്ട, അല്ലെങ്കിൽ 7 കട്ടാകുമ്പോൾ തീരുമ്പോൾ ഒരു ഒക്ടോവ് തീരും. പിന്നെ 8 എന്ന് പറയുമ്പം അടുത്ത ഒക്ടോവിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്, അല്ലെങ്കിൽ അടുത്ത സ്ഥായിയുടെ സ്റ്റാർട്ടിങ്ങാണ്. അങ്ങനെ 3 ഒക്ടോവാണ് നമുക്ക് ഈ ഹാർമോണിയത്തിലുള്ളത്. അപ്പം നമ്മൾ സർവ്വസാധാരണയായിട്ട് വായിക്കുന്ന എല്ലാം മിഡിൽ ഒക്ടോവിലായിരിക്കും, അല്ലെങ്കിൽ മധ്യസ്ഥായിലായിരിക്കും. കാരണം മധ്യസ്ഥായിലെ ഒരു പാട്ട് കമ്പോസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ ജനിക്കുന്നതെല്ലാം ഈ ഒരു സ്ഥായി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മന്ത്രസ്ഥായിലേക്ക് നമുക്ക് പകുതി വരാം. അതുപോലെ തന്നെ ഈ സ്കെയിലാണെങ്കിൽ നമുക്ക് താരസ്ഥായിയുടെ പകുതിയിലേക്ക് പോകും. അപ്പം ഈ താരസ്ഥായിയുടെ ഒരു പകുതിയും മന്ത്രസ്ഥായിയുടെ ഒരു പകുതിയും ആയിട്ട് ഇങ്ങനെ ഒരു റേഞ്ചിൽ ഒരു പാട്ട് കിടക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി താഴോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, അതിൽ ഇവിടെ നിന്ന് ഇച്ചിരി മേലോട്ട് പോകണതൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഈ ഹാർമോണിയത്തിൻ്റെ സിസ്റ്റം കിടക്കണേ. അപ്പോൾ നമുക്ക് പുതിയ കട്ടകൾ കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഒരു രാഗം കണ്ടുപിടിച്ചിട്ട് വേറെ സ്കെയിലിൽ വായിക്കുമ്പം കട്ടകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ ഓരോ കീ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രാധാന്യം. അപ്പം അതിന് നിങ്ങളൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഇത് സി മധ്യസ്ഥായി നമുക്കെടുക്കാം. ഇത് സി, വെസ്റ്റേണിൽ സി എന്ന് പറയും. സി, ഇത് ഡി, ഇ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുമ്പം സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് ഒരു നോട്ട് എഴുതിയെടുക്കണം. കാരണം പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പോലും പിന്നെ ആ നോട്ട് വെക്കുകയും പിന്നെ ഒന്നുകൂടെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ എടുക്കണം. ഇത് സി ആണ്, വെസ്റ്റേൺ രീതിയിൽ ഞാൻ ആദ്യം പറയാം. ഇത് ഡി, ഇത് ഇ, എഫ്, ജി, എ, ബി, സി, ഇങ്ങനെ. അപ്പോൾ ഇതെങ്ങനെ സി കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം നോക്കിയേ, ഇവിടെ 2 കട്ട, കറുത്ത കട്ട. ആ കറുത്ത കട്ടയുടെ ആദ്യത്തെ കറുത്ത കട്ടയുടെ താഴത്ത് സി ആയിട്ട് കണക്കാക്കാം കേട്ടോ. അത് കഴിഞ്ഞ് 3 കട്ട, അത് കഴിഞ്ഞ് നോക്കിയേ 2 കട്ട, അതിൻ്റെ താഴത്തെ അതിങ്ങനെ പോയി കഴിഞ്ഞ് കണ്ടോ 2 കട്ട ഇങ്ങനെ. അപ്പോൾ ഇത് ഓരോ ഒക്ടോവിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെ. അപ്പം അതാണ് ഈ 2 കറുത്ത കട്ടയുടെ തൊട്ട് താഴെയുള്ളതിനാണ്, തൊട്ട് താഴെയുള്ളതിന് ആദ്യത്തെ കറുത്ത കട്ടയുടെ താഴെയുള്ളതാണ് ഇടത്ത് സൈഡിലെ താഴെ. അപ്പം നിങ്ങൾക്ക് താഴെ എന്ന് പറയുമ്പോഴത്തേക്കും വലത്ത് സൈഡിൽ താഴെയാകാം, പക്ഷെ അതല്ല, 2 കട്ടയുടെ ഇടത്ത് സൈഡിൽ താഴെയുള്ളതാണ് സി. അപ്പം സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി, ഇതാണ് സി മേജർ സ്കെയിൽ എന്ന് പറയും. പക്ഷേ കർണാട്ടിക് മ്യൂസിക്കിൽ നമുക്കിതിന് ശങ്കരാഭരണ രാഗമാണിത്. ശങ്കരാഭരണ രാഗം കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിപ്പം മനസ്സിലായല്ലോ, സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി. അപ്പോൾ ഇനി അത് അങ്ങനെ വരുമ്പം ഇതിൻ്റെ മുകളിൽ ഒരു 2 കറുത്ത കട്ട, ഇവിടെ ഒരു 3 കറുത്ത കട്ട വരുന്നുണ്ട്. ഇതിനെ ഷാർപ്പ് എന്ന് പറയും. ഷാർപ്പ് സ്വരം.
സി സി ഷാർപ്പ്, ഡി ഡി ഷാർപ്പ്, ഇ എഫ് എഫ് ഷാർപ്പ്, ജി ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി സി. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് എല്ലാ കട്ടകളും വരുന്നുണ്ട്. അപ്പം ആദ്യം നമുക്കിത് എത്ര സ്കെയിലുണ്ടെന്ന് നോക്കണം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് സ്കെയില് സി ആണ്. അപ്പം ഇതിനെ നമുക്ക് സി ഷാർപ്പ് 1 1/2 എന്ന് നമുക്ക് പറയാം. 1 1/2, 2 2/2, 3 4 4/2, 5 5/2, 6 6/2, 7. പിന്നെ ഇവിടെ 1 തുടങ്ങുക. ഈ തര സൈഡ് അല്ലെങ്കിൽ മെൽ സൈഡ്. അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും 1 2 3 4 5 6 7 8 9 10 11 12 സ്കെയില്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? 1 1/2, 2 2/2, 3 4 4/2, 5 5/2, 6 6/2, 7. അപ്പോൾ 12 സ്കെയിലുണ്ട് അല്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പം ഇനി നമ്മൾ കർണാട്ടിക് മ്യൂസിക്കായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. സി എന്ന് പറഞ്ഞാൽ സായാണ്. സി സ. സി ഷാർപ്പ് ഇത് ശുദ്ധ ഋഷഭം എന്ന് പറയും. ഡി ചതുർശ്രുതി ഋഷഭം. ഡി ഷാർപ്പ് സാധാരണ ഗാന്ധാരം. ഇ അന്തരഗാന്ധാരം. എഫ് ശുദ്ധമധ്യമം. എഫ് ഷാർപ്പ് പ്രതിമധ്യമം. ജി പഞ്ചമം. ജി ഷാർപ്പ് ശുദ്ധ ദൈവതം. എ ചതുർശ്രുതി ദൈവതം. എ ഷാർപ്പ് കൈശികി നിഷാദം. ബി കാകളി നിഷാദം. സി ഷഡ്ജം. അപ്പം നോക്കിക്കേ, 1 2 12 സ്വരസ്ഥാനങ്ങൾ വരുന്നുണ്ട്. സപ്തസ്വരത്തിന് 12 സ്വരസ്ഥാനങ്ങൾ. 1 സി സ, രി രി, ഗ ഗ, മ മ, പ ദ ദ, നി നി, സ. അങ്ങനെ 12 സ്വരസ്ഥാനങ്ങൾ. അപ്പം കർണാട്ടിക് മ്യൂസിക്കിന് 16 സ്വരസ്ഥാനങ്ങളുണ്ട്. അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തുടർച്ചയായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പൂർണ്ണമാവും. കാരണം ഞാനിപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പം ഇത് ഷഡ്ജം, ശുദ്ധഋഷഭം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം. അപ്പോൾ നമ്മൾ ഇത് സ്കെയിൽ 1 ബേസ് ചെയ്താണ് നമ്മളിത് പഠിക്കുന്നത് കേട്ടോ. ഈ 1 ബേസ് ചെയ്യാവുള്ളൂ. ഷഡ്ജം, ശുദ്ധഋഷഭം, ചതുർശ്രുഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ചതുർശ്രയുതം, കൈശിനിഷാദം, കാകളി നിഷാദം, ഷഡ്ജം. ഈ ഷഡ്ജം എന്ന് പറഞ്ഞാൽ അടുത്ത ഒക്ടോബിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പം ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി ഇത് മനസ്സിലായല്ലോ. നമുക്കിനി ഒരു രാഗം ഇത് സ്കെയിൽ 1. ഇനി നമുക്ക് സ്കെയിൽ 7 അല്ലെങ്കിൽ ബിക്ക് വായിക്കാൻ പറയുവാണെങ്കിൽ നമുക്ക് മായാമാളവ ഗവിള രാഗം നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഇത് മായാമാളവ ഗവിളം. അപ്പം ഇതിനു മുമ്പേ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഒരു രാഗം കിട്ടുമ്പം ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ആ പുസ്തകത്തെ കാണും, അല്ലെങ്കിൽ ആ രാഗത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം എക്സാമ്പിൾ മായാമാളവ ഗവിള രാഗം നമുക്കെടുക്കാം. അപ്പം സ രി എന്ന് പറയുന്നത് സി ഷാർപ്പ്, ഗ അന്തരഗാന്ധാരം അല്ലെങ്കിൽ ഇ, മ കണ്ടോ ശുദ്ധമധ്യമം അല്ലെങ്കിൽ എഫ്, പ ജി, ദ ശുദ്ധദൈവതം അല്ലെങ്കിൽ ജി ഷാർപ്പ്, നീ നമുക്ക് ബി അല്ലെങ്കിൽ കാകളി നിഷാദം എന്ന് പറയും. അപ്പം സ രി ഗ മ പ ധ നീ സ, ഇത് തന്നെ അവരോഹണം വരും. ഇത് നമുക്ക് സ്കെയിൽ മാറ്റി വായിക്കുക. ഇപ്പം ബിയിൽ നമുക്ക് വായിക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ഈ കട്ട എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇപ്പം
നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിങ്ങനെ വെച്ചപ്പം പറഞ്ഞല്ലോ ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം സാധാരണ ഇങ്ങനെയുള്ള ആ ഒരു ടേബിൾ ഞാൻ പറഞ്ഞതല്ലോ. ഇത് നിങ്ങളിപ്പോൾ ബിക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ബി ആകുമ്പം ഇതിനെ നമ്മൾ സായായിട്ട് സ്വീകരിക്കും. സായ എന്നാണ് നമ്മൾ പാടുന്നത്. കാരണം ഇതിൻ്റെ സ്കെയിൽ മാറ്റി ബിയിലേക്ക് മാറ്റി, അല്ലെങ്കിൽ 7 എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ സായാക്കും. അപ്പം ബി എന്ന് പറഞ്ഞാൽ സാ. അപ്പം ഷഡ്ജം, ഇതിൻ്റെ ടോട്ടൽ നമുക്ക് പറയാം. ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം, സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം പ്രതിമധ്യമം, പഞ്ചമം ശുദ്ധദൈവതം ചതുർശ്രൈവതം കൈശിനിഷാദം കാഗ്ലിനിഷാദം ഷഡ്ജം. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്വരസ്ഥാനം പറഞ്ഞത് തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ പറയണം. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം ഇങ്ങനെയല്ലോ ഈ അടുപ്പിച്ചായിരിക്കണം പറയണത്. ഷഡ്ജം അല്ലാണ്ട് ഇവിടെ ഒന്നും വിട്ട് കളയരുത്. എല്ലാം അടുപ്പിച്ച് തന്നെ പറയണം. ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം പ്രതിമധ്യമം പഞ്ചമം ശുദ്ധദൈവതം ചതുർശ്രൈവതം കൈശിനിഷാദം കാഗ്ലിനിഷാദം ഷഡ്ജം. അങ്ങനെ തന്നെയല്ലേ നമ്മളിവിടെയും പറഞ്ഞത്. ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം, അതുപോലെ തന്നെ ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറയുമ്പം മായാമോളകളൊരാത്തിന് ഏതാ വേണ്ടത്? ഷഡ്ജം ശുദ്ധഋഷഭമായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ 7 എടുക്കുമ്പം ഷഡ്ജം ശുദ്ധഋഷഭം. ഓക്കെ, ഇനി 1 എടുത്തപ്പം ഏതായിരുന്നു? ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം ഇതായിരുന്നു. അപ്പം നമുക്ക് ഈ ടേബിൾ തന്നെ വിളക്കുമ്പം ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം. അപ്പം ഗാ ഇതായി കിട്ടി. ഗാ കഴിഞ്ഞിട്ട് ഗായുടെ തൊട്ട് ചേർന്ന് ശുദ്ധമധ്യമം മാ. അത് കഴിഞ്ഞാൽ പ്രതിമധ്യമ. അപ്പോൾ പ്രതിമധ്യം വേണോ? വേണ്ട, പഞ്ചമമാണ് വേണ്ടത്. അപ്പം പാ കഴിഞ്ഞ് ശുദ്ധദൈവതമാണ് വേണ്ടേ. അപ്പോൾ പാ കഴിഞ്ഞ് നേരെ വരുന്നത് ശുദ്ധദൈവതല്ലേ. അത് കഴിഞ്ഞ് ശുദ്ധദൈവതം കഴിഞ്ഞ് ചതുർശ്രൈവതം കൈശിനിഷാദം കാഗ്ലിനിഷാദം. നമുക്ക് വേണ്ടത് കാഗ്ലിനിഷാദ. നീ അപ്പോൾ ഈ കി സാ. അപ്പോൾ എളുപ്പത്തിന് കണ്ടുപിടിച്ചില്ലേ? ഷഡ്ജം ശുദ്ധഋഷഭം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധദൈവതം കാഗ്ലിനിഷാദം ഷഡ്ജം. അപ്പം കണ്ടോ? ഈ ടേബിള് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ഷഡ്ജം ശുദ്ധഋഷഭം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം സാധാരണ ഈ ഒരു സംഗതി നിങ്ങൾ പഠിച്ച് ക്രമം അനുസരിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സ്കെയിലിൽ ഇപ്പം ഇത് 6 വയ്ക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങളങ്ങ് പറയണം. ഷഡ്ജം ശുദ്ധഋഷഭം ചതുർശ്രുഷഭം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം, പിന്നെ ശുദ്ധമധ്യമം പ്രതിമധ്യമം പഞ്ചമം ശുദ്ധദൈവതം ചതുർശ്രൈവതം കൈശിനിഷാദം കാഗ്ലിനിഷാദം ഷഡ്ജം. അങ്ങനെ ഇവിടെയും ഈ രീതിയിൽ തന്നെ ഞങ്ങൾ പറയുമ്പം നിങ്ങൾക്ക് വേണ്ട സ്വരസ്ഥാനങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഏത് സ്കെയിലും നമുക്ക് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് നോട്ട് എഴുതി വെക്കുകയും ചെയ്യാം. ഏതാണെങ്കിൽ ഇപ്പം ഇത് കണ്ടു ജിക്ക് വേണ്ടി. അപ്പം ജി എഴുതണം. ജി സായാക്കി സ രേ ജി ഷാർപ്പ് സ രേ ഗ. അപ്പം ബി മ സി പ ഡി ദ ഡി ഷാർപ്പ് നീ എഫ് ഷാർപ്പ് സ ജി. ഇങ്ങനെ നിങ്ങൾക്ക് നോട്ട് എഴുതി വെക്കുകയും ചെയ്യാം. ഏതാണ് കീ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സി ജി ഷാർപ്പ്
ബി സി. അപ്പോൾ ഇത് 5 വായിക്കുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോട്ട് എഴുതി വെക്കുകയും ചെയ്യാം. നോട്ട് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് കീ ആണെന്നുള്ളത് നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ സ്കെയിൽ എന്തും ഏത് കീ വേണേലും നമുക്ക് സായാക്കാം, ഡി ആക്കാം. കാരണം അതിൽ ഓരോ സ്കെയിൽ വരുക, മനസ്സിലായോ? അപ്പോൾ ഈ ജി സാറിന് നമ്മൾ ജി എന്ന് പറയുമ്പം ഈ ജി അല്ലേ പിടിക്കേണ്ടത്, ഈ ജി ആയിരിക്കണം പിടിക്കേണ്ടത്. കാരണം ഈ ജി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ സ ഇങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇതാകുമ്പം നമുക്ക് സ പ പ സ ഇങ്ങനെ വരും. അതിൽ 6 പിടിക്കാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എ പിടിക്കാൻ പറയുകയാണെങ്കിൽ ഇത് പിടിക്കണം, ബി പിടിക്കാൻ പറയുകയാണെങ്കിൽ ഇത് പിടിക്കണം. ബി പിടിച്ചും ഇവിടെ ആധാര ഷഡ്ജാക്കി നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലേക്കേ പോവുള്ളൂ. തരസയിലേക്ക് പോകുമ്പോൾ നമുക്ക് പാടാൻ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെയാണ് ഏത് സ്കെയിലും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ 16 സ്വരം എങ്ങനെയാണ് വരുന്നത്. കർണാട്ടിക് മ്യൂസിക്കിൻ്റെ 16 സ്വരമുണ്ട്. അത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനും വെസ്റ്റേൺ സംഗീതത്തിനും 12 സ്വരസ്ഥാനങ്ങളേ ഉള്ളൂ. പക്ഷേ കർണാട്ടിക്കിന് 16 സ്വരസ്ഥാനമുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെയാണ് 16 സ്വരം വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് നിങ്ങൾ സംശയം ഇല്ലാത്ത രീതിയിൽ ഇത് വീണ്ടും കേട്ട് ഇതിന് ഓരോ കട്ടകളുടെയും പേരുകൾ എഴുതിയെടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നോക്കി കഴിയുമ്പോഴേ പിടുത്തം കിട്ടുള്ളൂ. പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റും. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു കാര്യം പഠിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.